അതായത് ഉപ്പ മരിച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞതും പിന്നെ എൻ്റെ മോനെ ഞാൻ പ്രസവിച്ചു. അപ്പോൾ എന്തോ തിരിച്ച് ഉപ്പ വന്നിട്ട് തിരിച്ച് നമ്മുടെ കൂടെ വന്ന പോലെ അങ്ങനൊരു തോന്നും. പക്ഷേ ബുള്ളറ്റിലും ബൈക്കിലൊക്കെ പോകുമ്പോൾ അങ്ങനെയല്ലല്ലോ. ബാക്കിൽ നോക്കുമ്പോൾ ഭയങ്കര ഇരുട്ടാകും, 2 ഭാഗം ഇരുട്ട്. അങ്ങനെ ഭയങ്കര ഇരുട്ടിലൂടെയാണ് ഇപ്പോൾ താമരശ്ശേരി ചുരത്തിലൂടെ നമ്മൾ പോവുകയാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അൽഹംദുലില്ലാ നമുക്കും ഇവിടെ സുഖമാണ്. ഇപ്പോൾ നമ്മളൊരു യാത്ര പോകാനായിട്ട് നമ്മൾ ബുള്ളറ്റൊക്കെ കൊണ്ടുപോയിട്ടൊന്ന് ശരിയാക്കുകയാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒന്ന് നമ്മൾ ദൂരെ യാത്രയൊക്കെ പോകുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കുകയാണെന്നൊക്കെ നല്ലതല്ലേ. അപ്പോൾ ഒരു ദൂരെ യാത്രയാണ് കേട്ടോ. ഒരുപാട് ദൂരെയൊന്നുമല്ല, ഒരു ദൂരെ യാത്ര. അപ്പോൾ അപ്പം നമ്മൾ യാത്ര പോകാനായിട്ട് ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പെട്ടെന്നുള്ളൊരു യാത്രയാണ് കേട്ടോ. അപ്പം ഞാൻ മറന്നുപോയി. അപ്പം ഞാൻ ചെരുപ്പിട്ടിട്ടാണ് ഞാൻ പോയത് കേട്ടോ. കുറേ ദൂരം പോയപ്പോഴാണ് ഇക്കയാണ് നോക്കിയത്. ഞാൻ ചെരുപ്പ് ഇട്ടിട്ട്, അപ്പോൾ അവിടെ നല്ല തണുപ്പാണ്, ഒരു തണുപ്പുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. പിന്നെ അപ്പോൾ ചെരുപ്പ് കംഫർട്ടബിൾ ആവില്ല. അപ്പോൾ ഇക്ക കൂട്ടിയിട്ട് പോയി എനിക്കൊരു ഷൂ ഒക്കെ വാങ്ങിച്ചു തന്നു. പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് നമ്മൾ 2:30 മണിക്കാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. എവിടേക്കാണ് പോകുന്നത് എല്ലാം ഞാൻ പറയാം. പെട്ടെന്നാണ് തീരുമാനിച്ചത് കേട്ടോ. അപ്പോൾ 2:30 മണിക്കാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഫുഡൊക്കെ വേഗം കടപടോ എന്ന് കഴിച്ചിട്ട് വേഗം ഇറങ്ങിയതാണ്. അപ്പോൾ നല്ല ദാഹമൊക്കെ തോന്നി. ഇപ്പോൾ പോകുന്ന വഴിയിൽ ഒരു കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചു. കുറേ ദൂരം യാത്ര ചെയ്തപ്പോൾ നമ്മൾ കുറച്ച് നേരം വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. ആ സമയത്താണ് ഇവിടെ കുറേ ചെടികളൊക്കെ കണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിത് എന്ത് ചെടിയാണ് നോക്കിയപ്പോൾ ഒരു പയറാണ് എനിക്ക് തോന്നിയത്. ഇക്ക പറയുന്നത് ഇത് അവരക്ക എന്നാണ് പറയുന്നത് കേട്ടോ. എനിക്ക് ഈ ഒരു സാധനം കണ്ടപ്പോൾ പയർ പോലെ തോന്നി. ഏതായാലും വീഡിയോ കാണുന്നവർ ഇത് എന്താണ് ചെടി എന്നുള്ളത് ഒന്ന് കമൻറ്റ്സ് ചെയ്യാം കേട്ടോ, നമുക്കൊന്നും അറിയാമല്ലോ. നിറയെ ഉണ്ട് കേട്ടോ അവിടെ. നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാനൊന്ന് ഇറങ്ങിയപ്പോൾ നിറയെ കണ്ടതാണ് കേട്ടോ ഈ ഒരു ചെടി. അവരക്ക ആണെന്ന് തോന്നുന്നു, അറിയത്തില്ല, പയർ പോലെയുണ്ട്. അപ്പം നമ്മളിത് പോവുകയാണ് കേട്ടോ. എവിടേക്കാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. ഫസ്റ്റായിട്ട് കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തൊട്ടടുത്ത് ഒരു ചെറിയൊരു കിണികിണി ഉണ്ട്, കിണികിണി. അത് തൊട്ടിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ പിന്നെ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടമായാലും എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് കമൻസും ചെയ്യാം. അപ്പോൾ നമ്മളിത് പോവാണ്. നമ്മളൊരു സർപ്രൈസായിട്ടാണ് പോകുന്നത് കേട്ടോ. സർപ്രൈസ് ആർക്കും അല്ല, നമ്മുടെ മോനാണ് സർപ്രൈസ് കൊടുക്കുന്നത്. എൻ്റെ രണ്ടാമത്തെ മോനിക്കാണ് സർപ്രൈസ് കൊടുക്കുന്നത്. എന്താണ് പറഞ്ഞാൽ അവൻ 12:30 മണിക്ക് അവൻ ഇറങ്ങി കേട്ടോ. വീട്ടിൽ നിന്ന് ബസ്സിൽ പോയിരിക്കുകയാണ്. അവൻ്റെ ഒരു കൂട്ടുകാരനെയും കൂട്ടിയിട്ടാണ് അവൻ പോയിരിക്കുന്നത്. പെട്രോൾ തീർന്നപ്പോൾ നമ്മൾ പെട്രോളൊക്കെ അടിച്ചു കേട്ടോ. നമ്മൾ ദൂരെ യാത്രയ്ക്ക് പോകുമ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കണമല്ലോ. പെട്രോളൊക്കെ അടിച്ച് എല്ലാം ശരിയാക്കിയിട്ട് വേണം പോകാൻ. അപ്പോൾ അത് പെട്രോൾ അടിച്ചിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ എൻ്റെ മോന് 12:30 മണിക്ക് വീട്ടിൽ നിന്ന് ബസ്സിൽ പോകാനായിട്ട് റെഡിയായിട്ട് അവനൊരു കൂട്ടുകാരൻ്റെ കൂടെ അവൻ പോവാണ്. അപ്പോൾ അവൻ പറഞ്ഞു, അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി പോകാനായിരുന്നു പ്ലാൻ കേട്ടോ. ഒരു കാർ എടുത്തിട്ട് നമുക്ക് എല്ലാം കൂടി പോവാം. അപ്പോൾ അവൻ പറഞ്ഞ്, അമ്മ ദയവ് ചെയ്ത് അങ്ങോട്ട് വരികയേ വേണ്ടെന്നാണ് പറഞ്ഞത്. നിങ്ങൾ 2 പേരും അവിടേക്ക് വരണ്ട, അമ്മ പ്രത്യേകിച്ച് വരണ്ട എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് 12:30 മണിക്ക് അവൻ പോയി. അപ്പോൾ ഒരു സമാധാനവും ഇല്ല കേട്ടോ. മകനെ അങ്ങനെ ഇട്ടപ്പോൾ ഒറ്റയ്ക്ക്. അങ്ങനെ കൂട്ടുകാരനുണ്ട്, കുറച്ച് വലിയൊരു കുട്ടിയുണ്ട് കൂടെ. എന്നാലും എന്തോ ഒരു മനസ്സിനൊരു ഇടങ്ങേറ്. അപ്പോൾ ശരി പറഞ്ഞിട്ട് അവനെ കാണാതെ അവൻ്റെ പിന്നാലെ നമ്മൾ ബുള്ളറ്റും കൊണ്ട് പോയിട്ടിരിക്കുകയാണ് കേട്ടോ. അവൻ 12:30 ഇറങ്ങി, നമ്മൾ 2:30 മണിക്ക് നമ്മൾ ഇറങ്ങി കേട്ടോ. പെട്ടെന്ന് തീരുമാനിച്ചതാണ്. നമ്മൾ അവൻ്റെ പിന്നാലെ പോകുന്ന ഒരിക്കലും നമ്മൾ തീരുമാനിച്ചതല്ല. നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയതാണ്. നമ്മൾ ഇറങ്ങിയത് അവൻ അറിഞ്ഞിട്ടില്ല. അവനിപ്പോൾ ബസ്സിൽ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ച് ചോദിച്ചു ബസ്സിൽ പോകുമ്പോൾ. അപ്പോൾ അവനാ പോയിട്ടിരിക്കുകയാണ്, എത്തിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ 2 പേരും പിന്നാലെ ബുള്ളറ്റിൽ പോവാണ് കേട്ടോ. അപ്പോൾ അത് ഫസ്റ്റ് ഞാൻ എൻ്റെ മകൻ്റെ കാര്യം പറയാം കേട്ടോ. എൻ്റെ മോൻ്റെ പേര് മുഹമ്മദ് യൂസഫ് എന്നാണ് കേട്ടോ. ഈ പേര് വരാൻ തന്നെ ഒരു കാരണമുണ്ട് കേട്ടോ. കാരണം എൻ്റെ ഇക്ക ഉണ്ടല്ലോ, ഇക്കാൻ്റെ ഉപ്പ, അച്ഛൻ എന്നൊക്കെ പറയുമല്ലോ. നമ്മൾ വീട്ടിൽ അത്ത എന്നാണ് പറയാം കേട്ടോ. അത്ത, അമ്മ അങ്ങനെയാണ് പറയാം കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ അത്താൻ്റെ, അതായത് അച്ഛൻ, ഉപ്പ, അവരുടെ പേരാണ് എൻ്റെ മോന് വെച്ചിട്ടുള്ളത്.
മുഹമ്മദ് യൂസുഫ് എന്നാണ് എൻ്റെ മോൻ്റെ പേര് കേട്ടോ. അപ്പോൾ നമ്മൾ പോയിട്ടിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ കഥ പറച്ചിലൊക്കെ. അപ്പോൾ ഇക്കാൻ്റെ അത്ത, അതായത് ഉപ്പ മരിച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞതും പിന്നെ എൻ്റെ മോനെ ഞാൻ പ്രസവിച്ചു. അപ്പോൾ എന്തോ തിരിച്ച് ഉപ്പ വന്നിട്ട് തിരിച്ച് നമ്മുടെ കൂടെ വന്ന പോലെ അങ്ങനൊരു ഫീലാണ് എപ്പോഴും നമുക്ക് കേട്ടോ. ഈ ഒരു എൻ്റെ മകനോട് അങ്ങനെ തോന്നുന്നത്. കാരണം ഇക്കാൻ്റെ ഉപ്പാക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് എന്നെ. എപ്പോഴും പറയും ഞാൻ നിൻ്റെ കൂടെ തന്നെ ഇരിക്കണം, മരിക്കുന്നതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിൻ്റെ കൂടെ തന്നെ ഇരിക്കും. ഇതാ മുക്കം ഫെസ്റ്റ് എത്തി കേട്ടോ, ഇരുട്ടായി, നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴും പറയും ഞാൻ നിൻ്റെ കൂടെ തന്നെ ഇരിക്കും, എപ്പോഴും പറയും. എന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെ മരിച്ചു, ഇക്കാൻ്റെ ഉപ്പ മരിച്ച് 10 മിനിറ്റ് കഴിഞ്ഞില്ല കേട്ടോ, ഒരു 5-6-7 മിനിറ്റ് കഴിഞ്ഞതും ഞാൻ പ്രസവിച്ചു എൻ്റെ മോനെ, എൻ്റെ ചെറിയ മോനെ ഞാൻ പ്രസവിച്ചു. അപ്പോൾ ആ ഒരു പേരാണ് അത്താൻ്റെ പേരാണ് വെച്ചത്, ഉപ്പാൻ്റെ പേരാണ് വെച്ചത് മുഹമ്മദ് യൂസുഫ് എന്ന്. പക്ഷെ മുഖത്തടിച്ച പോലെ വിളിക്കണത് ശരിയല്ലല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ അജ്മൽ എന്ന് പേരിട്ടു കേട്ടോ. 2 പേരാണ് എൻ്റെ മോന്. അപ്പോൾ അജിക്കുട്ടി എന്ന് നമ്മൾ പറയും. അപ്പോൾ എൻ്റെ അജിക്കുട്ടിയാണിപ്പോൾ പോയിരിക്കുന്നത്. എവിടേക്കാണ് പോയിരിക്കുന്നത്? വയനാട്ടിലേക്ക് പോയിരിക്കുകയാണ്. കൂട്ടുകാരൻ്റെ കൂടെ ബസ്സിൽ പോയിരിക്കുകയാണ്. പിന്നാലെ നമ്മളും പോവാണ് കേട്ടോ. അപ്പോൾ വയനാട് മുക്കം ഫെസ്റ്റൊക്കെ ഇപ്പോൾ കഴിഞ്ഞത് ഇരുട്ടായിട്ടോ. അപ്പം നമ്മളിതാ പോയിട്ടിരിക്കുകയാണ്. മകനെ കാണാതെ നമ്മൾ അവിടെ വരണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കാണാണ്ട് സർപ്രൈസായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ മകൻ എന്തിനാ പോയി, മകൻ്റെ പിന്നാലെ നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നൂലേ? അതെന്താണ് ഞാൻ പറയാം. അപ്പോൾ ഒരുപാട് വിശപ്പായപ്പോൾ നമ്മൾ ഇരുട്ടായിട്ട് ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. ഒരു ചായയൊക്കെ കുടിച്ച് ഒരു സമൂസയൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നീട് പോവാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ മോനൊരു ചാൻസ് കിട്ടി കേട്ടോ. എന്താ ചാൻസ് എന്ന് പറഞ്ഞാൽ മിസ്റ്റർ വയനാട് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ എൻ്റെ മോനൊരു ചാൻസ് കിട്ടി കേട്ടോ. അപ്പോൾ എൻ്റെ മോൻ അങ്ങോട്ട് പോയിരിക്കുകയാണ്. ഒരുപാടൊന്നും എൻ്റെ മോന് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. വെറും 3 മാസത്തെ പ്രാക്ടീസാണ് എൻ്റെ മോന് എടുത്തിട്ടുള്ളത്. വെറും 3 മാസമായിട്ട് എൻ്റെ മോൻ പ്രാക്ടീസ് ചെയ്തു. ഭയങ്കര കഷ്ടമായിരുന്നു കേട്ടോ. ഇതാ പോകുന്ന വഴിയിൽ കുറച്ച് അമ്പലമല്ല ചർച്ചും പള്ളികളൊക്കെ കാണുമ്പോൾ ഞാൻ എല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും കണ്ടോളൂ കേട്ടോ. കുറച്ച് നല്ല കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഞാൻ ഇരുട്ടായാലും വീഡിയോ എടുക്കുന്നുണ്ട്. എല്ലാവർക്കും കാണിച്ചു തരാലോ പറഞ്ഞിട്ട് എല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും കണ്ടോളൂ കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ എൻ്റെ മോന് ജിമ്മിന് ഒരു ചാൻസ് കിട്ടി. മിസ്റ്റർ വയനാട് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഒരു ചാൻസ് കിട്ടിയതാണ്. 3 മാസം മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ എൻ്റെ മോന് പ്രാക്ടീസ് തുടങ്ങിയിട്ട്. 3 മാസം പറഞ്ഞാൽ വെറുതെ പോയതാണ് കേട്ടോ. ജിമ്മിന് പോകണമ്മ പറഞ്ഞിട്ട് വെറുതെ പോകാൻ തുടങ്ങിയതാണ്. കുറച്ച് ഫ്രണ്ട്സുമാരും ഉണ്ട് കേട്ടോ കൂടെ, എല്ലാവരും കൂടി പോകാൻ തുടങ്ങിയതാണ്. പക്ഷെ ആർക്കും കിട്ടാത്ത ചാൻസ് എൻ്റെ മോന് കിട്ടി. ഈ ഒരു ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചാൻസ് കിട്ടി വയനാട്ടിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ വയനാട്ടിൽ കിട്ടിയപ്പോൾ കുറച്ച് സന്തോഷമായി. എൻ്റെ മോന് കുറേ ആയിട്ടോ, 3 മാസമായി. നല്ല തടിയുള്ള കുട്ടിയായിരുന്നു, മെലിഞ്ഞു. ഫുഡൊക്കെ ഭയങ്കര കൺട്രോൾ ചെയ്ത് മെലിഞ്ഞു. എന്താ പറയുക, ചോറൊന്നും തീരെ കഴിക്കലേ ഇല്ല കേട്ടോ. അങ്ങനെയൊക്കെ ഭയങ്കര കൺട്രോൾ ചെയ്ത് മെലിഞ്ഞ് ഭയങ്കര എന്താ പറയുക, അങ്ങനെ ഈ ഒരു ചാൻസ് കിട്ടി. ഭയങ്കര കഠിന അധ്വാനം എന്നൊക്കെ പറയില്ല, അങ്ങനെ ചാൻസൊക്കെ കിട്ടി. ഇപ്പോൾ 12:30 ഇറങ്ങിയതായിരുന്നു, പിന്നാലെ 2:30 നമ്മളും പോവാണ് കേട്ടോ. ഇതിപ്പോൾ പോകുന്ന വഴി താമരശ്ശേരി ചുരം വഴിയാണല്ലോ. വയനാട്ടിൽ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ അല്ലേ, താമരശ്ശേരി ചുരം. പക്ഷേ ഇരുട്ടായി പോയിട്ടോ. അപ്പോൾ ഇരുട്ടിലൂടെ നമ്മൾ താമരശ്ശേരി ചുരം വഴി നമ്മളിങ്ങനെ പോവാണ് മോൻ്റെ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരുപാട് ആഗ്രഹത്തോടെ കാണാൻ വേണ്ടി. കാരണം ഒരുപാട് പ്രാക്ടീസൊന്നും ഇല്ല, 3 മാസമല്ലേ. എന്നാലും അവനക്കൊരു ചാൻസ് കിട്ടിയല്ലോ, അൽഹംദുലില്ലാ. അതിലൊരു സന്തോഷമുണ്ട് കേട്ടോ. മോന് കിട്ടിയോ ഇല്ലയോ അതല്ല കാര്യം, ഒരു ചാൻസ് കിട്ടിയല്ലോ, അതൊരു സന്തോഷം കേട്ടോ. പക്ഷെ അവൻ പറഞ്ഞത്, അമ്മ നീ അവിടെ വന്നാൽ ഞാൻ അവിടെ നിൽക്കണതൊക്കെ കണ്ടാൽ ചിലപ്പോൾ ടെൻഷനാവും, അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങോട്ട് വരാൻ പാടില്ല എന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. ഞാൻ ടെൻഷനാവും പറഞ്ഞിട്ടാണ് അവൻ വരണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. എന്നാലും അവനെ നമ്മളിതുവരെ ഒറ്റയ്ക്ക് എവിടെയും വിട്ടിട്ടില്ലല്ലോ, അപ്പോൾ ഒരു ബേജാറ്. അതുകൊണ്ട് നമ്മളിതാ പിന്നാലെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരു താമരശ്ശേരി ചുരത്തിലൂടെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചുരത്തിൻ്റെ താഴെ കൂടി പോകുന്ന വണ്ടികളൊക്കെ പോകുമ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ വീഡിയോ ഒന്നും ക്ലിയർ ഒന്നും ഇല്ല കേട്ടോ.
എന്നാലും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോഴേ പിന്നാലെ നോക്കുമ്പോൾ പേടിയാവും. ഭയങ്കര ഇരുട്ടായിരിക്കും. വണ്ടികളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ പേടി തോന്നില്ല. വണ്ടിയില്ലാത്ത സമയം ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോഴേ ബാക്കിൽ നോക്കുമ്പോൾ പേടിയാവും കേട്ടോ. ഇരുട്ടാണ്, ഭയങ്കര ഇരുട്ടാണ്. കാറിൽ പോകുമ്പോൾ കുറച്ച് ധൈര്യമാണ്, നമ്മൾ ഉള്ളിൽ സേഫായിട്ട് ഇരിക്കണ പോലെ തോന്നും. പക്ഷേ ബുള്ളറ്റിലും ബൈക്കിലൊക്കെ പോകുമ്പോൾ അങ്ങനെയല്ലല്ലോ. ബാക്കിൽ നോക്കുമ്പോൾ ഭയങ്കര ഇരുട്ടാകും, രണ്ട് ഭാഗം ഇരുട്ട്. അങ്ങനെ ഭയങ്കര ഇരുട്ടിലൂടെയാണ് ഇപ്പോൾ താമരശ്ശേരി ചുരത്തിലൂടെ നമ്മൾ പോവുകയാണ് കേട്ടോ. ഇതിപ്പോൾ പകലാണെങ്കിൽ നല്ല കാഴ്ചയാണ് കേട്ടോ. എല്ലാവരും അവിടെ അവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് വ്യൂ പോയിൻ്റൊക്കെ കാണും. പക്ഷെ നമുക്കിപ്പോൾ വ്യൂ പോയിൻ്റൊന്നും അങ്ങനെ കാണുന്നില്ല, ഇരുട്ടല്ലേ. വീഡിയോ എടുത്താലും വലിയ ക്ലിയർ ആയിട്ടൊന്നും തോന്നണില്ല. എന്നാലും ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ അപ്പം നമ്മൾ ഇപ്പം മോനെ അറിയത്തില്ല കേട്ടോ, നമ്മൾ പിന്നാലെ പോണത് അവനെ അറിയത്തില്ല. കാരണം ഇടയ്ക്ക് നമ്മളിങ്ങനെ വിളിച്ച് വണ്ടി നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, എത്തിയോ മോനെ എവിടെ? അപ്പോൾ അതാ എത്തിയിട്ടില്ല അമ്മ, ഞാൻ ബസ്സിൽ പോവുകയാണെന്നൊക്കെയാണ് അവൻ പറയുന്നത്. നമ്മൾ പിന്നാലെ ഉണ്ട് എന്നുള്ള കാര്യം അവനക്ക് അറിയത്തില്ല കേട്ടോ. അപ്പം നമ്മളും പോയിട്ടിരിക്കുകയാണ്. അപ്പോൾ പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ബോഡി ബിൽഡിങ് നടക്കുന്നത് കേട്ടോ, ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. വയനാട്ടിൽ പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് ഇരുട്ടായില്ലേ, ഇനിയിപ്പോൾ എവിടെയെങ്കിലും റൂമൊക്കെ നോക്കിയിട്ട് അവിടെ രാത്രി തങ്ങിയിട്ട് നാളെയാണ് അവൻ്റെ പ്രോഗ്രാം. ഇന്ന് പോകുന്ന കാഴ്ചകളായിട്ടാണ് ഞാനിന്ന് കാണുന്നത്. പിറ്റേ ദിവസമാണ് അവൻ്റെ പ്രോഗ്രാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ സമയത്ത് അവിടെ എത്തണം. അപ്പോൾ തന്നെ നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. നല്ല കാഴ്ചയാണ് ഈ വയനാട് താമരശ്ശേരി ചുരം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫേമസ് ആണ്. ചുരത്തിലൂടെയുള്ളൊരു യാത്രയാണ്, ഇരുട്ടിലൂടെയുള്ളൊരു യാത്രയാണ്. എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ട് കേട്ടോ, എന്നാലും ഞാൻ ഭയങ്കര ധൈര്യത്തിൽ പോയിട്ടിരിക്കുകയാണ്. ഇക്കാൻ്റെ പിന്നാലെ അത് നല്ല ലൈറ്റും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും കാണാം കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ എന്താണ്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീഡിയോ കണ്ടിട്ട് എല്ലാവരും എൻജോയ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം കേട്ടോ. നിർത്തലാമാ? ക്ലിയർ ആക്കിട്ട് അപ്പൊ അവനറിയാതെ ഞാനും അപ്പൊ അവൻ വന്ന് വരട്ടെന്ന് പറഞ്ഞാൽ വേണ്ട പറയും. അപ്പൊ ഇങ്ങനെ അപ്പൊ ഇത് ഭയങ്കരമായ ഇരുട്ടില് താമരശ്ശേരി ചുരത്തിൽ വന്നിട്ട് നമ്മൾ ഇരിക്കുകയാണ്. മറ്റേ നമ്മുടെ ഫോട്ടോയിലിരുന്നല്ലേ ഭയങ്കര ഇരുട്ടാണ്. നമ്മുടെ 19 പോയ ആളല്ലേ, 19 എഞ്ചിനീയറിൽ പോയ ആളല്ലേ. ഓ മറ്റേ അപ്പൊ ഇടയ്ക്കൊക്കെ കാണുമല്ലോ, അതാ.
അപ്പം അത് വേണ്ട. മൂപ്പർ അത് വേണ്ട. നമുക്ക് അത്ര മൂപ്പരെടുത്ത് ഭയങ്കര ഇട്ട്. You are on the fastest route despite slower than usual traffic. You should reach your destination by 9:22 p.m. ഇവിടെ എടുക്കണം വീഡിയോ. ഒമ്പര മണിയാവും. അപ്പോൾ എത്ര 8 മണി കഴിഞ്ഞു. എന്നെ കാണുന്നില്ല. അവനെ കാണരുത്. എന്നെ കാണുന്നില്ല. ഇപ്പൊ കാണാം. ഇപ്പൊ കാണുന്നത്. First on National Highway 766. ചേട്ടാ ठीक है 1200